ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് വെൽക്കം. ഞാനിന്ന് നിങ്ങളെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലത്തേക്കാണ് കൊണ്ടുപോകാൻ നോക്കുന്നത് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് എൻ്റെ ലൈഫ് നല്ല പ്രൊഡക്റ്റീവാണ്. അതിനു മുന്നേ ഞാൻ പ്രൊഡക്റ്റീവ് ആവാൻ ശ്രമിക്കുകയായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒന്ന് ഫുൾഫിൽ ആയിട്ടുണ്ട്. പറ്റുവാണെങ്കിൽ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് എടുത്ത് കാണിക്കാം. സൺഡേ, അതായത് ഇന്നലെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റോറിയാണ് ടുഡേ ഐ ചൂസ് പീസ്. എന്താണ് അതിനർത്ഥം എന്ന് നിങ്ങൾക്കറിയാലോ. നമ്മളുടെ റൂമിൽ നിന്നും ഇപ്പോൾ ജീവിക്കുന്ന ഒരു സാഹചര്യം, ആ ഒരു ചുറ്റുപാടിൽ നിന്നൊക്കെ ഒന്ന് മാറി കുറച്ചും കൂടിയും കാമായിട്ടുള്ളൊരു പ്ലേസാണ് ഞാൻ സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. കുറച്ച് നേരം അവിടെ പോയി ഇരിക്കാം, 2-3 പാട്ടൊക്കെ പാടാം, വീഡിയോ ഒക്കെ എടുക്കാം, പാട്ട് പാടുന്നത്, ഫോട്ടോ ഒക്കെ എടുക്കാം. ഞാനിപ്പോൾ പോകുന്നത് അബുദാബിയിലുള്ളൊരു പാർക്കിലോട്ടാണ്. അത്ര തിരക്കൊന്നുമില്ലാത്തൊരു പാർക്കാണ്. ഇതിനു മുന്നേ ഞാനൊരു ദിവസം പോയിട്ടുണ്ട്, കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു വീഡിയോ ആയിട്ടും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനു മുന്നേ അൽക്കാനയിൽ പോയിട്ട് ചോളവും അതുപോലെ തന്നെ കുറച്ച് വെള്ളവും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ അങ്ങനെ അതിനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. വേറെ ഷോപ്പോ സ്നാക്സ് കിട്ടുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ജ്യൂസ് കിട്ടുന്നതോ ചായക്കടയോ ഒന്നുമില്ല. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, അൽക്കാന എന്ന് പറയുന്നത് അബുദാബിയിലുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേറൊരു പ്ലേസാണ്. ഞാൻ മുന്നേ പോയിട്ടൊരു വ്ളോഗൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ചോളവും വാട്ടറൊക്കെ വാങ്ങിക്കുന്നത്. പാർക്കിലോട്ട് എത്തിയിട്ടോ. നിങ്ങളൊന്ന് നോക്കിയേ, എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. സമയം ഏകദേശം 5:15 ആയിട്ടുണ്ട്. ശരിക്കും കാണാൻ പറ്റും നേരം ഇരുട്ടുന്നതും. ഞാൻ നല്ല വൈബിങ്ങിലാട്ടോ. ഒരുപാട് ചെയർ ഔട്ട് ഇട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ചെന്ന പാടെ ഇരിക്കാനൊന്നും നിന്നില്ല. ചുറ്റൊന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. നേരെ നിങ്ങൾ കാണുന്നത് ബീച്ചാണ്. നല്ല സൈലൻ്റ് ആയിട്ടുള്ളൊരു ബീച്ചല്ലേ. ഞാൻ അവിടുത്തെ വെള്ളമൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ദേ സൺസെറ്റ് കാണാൻ പറ്റും. ഇതിനായിരുന്നു മെയിനായിട്ട് ഞാൻ വന്നത്. അതൊന്നും നിങ്ങൾ നോക്കിയേ, എത്ര ഭംഗിയാണ് കാണാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ നേരിട്ട് കാണാനും ഭംഗി തോന്നി എനിക്ക് ക്യാമറയിൽ കാണുമ്പോൾ. ഞാനതൊക്കെ എൻജോയ് ചെയ്യാൻ കേട്ടോ. ഇവിടെ കൂടുതലും ഫാമിലീസാണ് വരുന്നത്. ഗ്രില്ല് ചെയ്യാനൊക്കെയാണ് ഇവർ കൂടുതലും വരുന്നത്. പിന്നെ ഒരുപാട് ഫാമിലീസൊന്നുമില്ല, കുറച്ച് ഫാമിലീസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ടേ ഉള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെയൊക്കെയാണെങ്കിലും നമ്മുടെ ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മൾ അത്രയും സ്നേഹിക്കുന്ന അടുത്തറിയുന്ന ആൾക്കാരുണ്ടെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കാറുണ്ട്. ഒറ്റയ്ക്കുള്ള എൻ്റെ സ്പേസ് എൻജോയ് ചെയ്യാറുണ്ട്. ആ ഒരു സ്പേസ് ഞാൻ കണ്ടെത്താൻ ശ്രമിക്കാറുണ്ട്. പിന്നെ എൻ്റെ ചുറ്റുമുള്ളവരായാലും എന്നെ നന്നായി മോട്ടിവേറ്റ് ചെയ്യുന്ന, എന്നെ നന്നായി സപ്പോർട്ട് ചെയ്യുന്ന, എൻ്റെ കാര്യങ്ങളിൽ എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാർ തന്നെയാണ്. എന്നെ ഞാൻ മനസ്സിലാക്കിയതും എനിക്ക് വേണ്ട സ്പേസ് കണ്ടുപിടിച്ചതും എന്താണ് സ്പേസ് അല്ലെങ്കിൽ എന്താണ് ഞാൻ എന്നറിഞ്ഞതൊക്കെ ഹോസ്റ്റലിൽ പോയപ്പോഴാട്ടോ. അതിന് മുന്നൊന്നും ഞാൻ ഒന്നും ചിന്തിച്ചിട്ടില്ല, എന്നെക്കുറിച്ച് ചിന്തിക്കാറില്ല. എന്താണ് സ്പേസ് എന്നോ അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കാര്യങ്ങൾ പറ്റും അതൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല കേട്ടോ. അത് വേറൊരു സമയം. എല്ലാവരും ഒന്ന് ചുറ്റിക്കറങ്ങി ആസ്വദിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സ്പോട്ടുണ്ട് ഇവിടെ നിന്ന്. അവിടെ വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഒരുപാട് പൂച്ചക്കുട്ടികളുണ്ട് കേട്ടോ. നല്ല രസമാണ് അറ്റങ്ങളെ കാണാനായിട്ട്. ഇവിടെ വന്നിരുന്നിട്ടിപ്പം ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ ഇങ്ങോട്ട് വന്നത്, എൻ്റെ കൂടെ എൻ്റെ ലൈഫ് പാർട്ട്ണറുണ്ട്. അപ്പം ഞങ്ങൾ ഇങ്ങനെ വാദോരതും സംസാരിക്കുകയാണ്. അപ്പം ഞാൻ വീഡിയോ വെറുതെ ഓണാക്കി വെച്ചതാണ്. ഇപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം നേരം സന്ധ്യാസമയമായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഏരിയയുടെ നടുക്കുള്ളൊരു ഫൗണ്ടേഷനാണ് കാണുന്നത്. എല്ലാവർക്കും ഒരു അട്രാക്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്ലേസാണത്. എല്ലാവരും വന്ന് കുറച്ച് നേരം ആ ഫൗണ്ടേഷൻ്റെ അടുത്തൊക്കെ വന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തേ സമയം രാത്രിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ വേറൊരു ബ്യൂട്ടിയാണല്ലേ. ആക്ച്വലി കുറേ നേരത്തേക്ക് ഞാൻ ഫോൺ നോക്കിയിരുന്നില്ല. വീഡിയോ എടുക്കാമെന്നല്ലാതെ വേറെ ഒന്നും ഞാൻ ഫോൺ കാര്യമായിട്ട്
കുറേ നേരം നോക്കിയിരുന്നില്ല. പക്ഷേ ഇവിടെ ഇരുന്ന് കുറച്ച് നേരം ഞാൻ ഫോൺ നോക്കിപ്പോയി. അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴാണ് പെട്ടെന്ന് ടൈമും അതുപോലെ ഈ ഒരു അറ്റ്മോസ്ഫിയറും ലൈറ്റിങ്ങും ഒക്കെ മാറിയത്. അതാണ് ഞാനിങ്ങനെ ആ ഒരു ഇതിൽ പറഞ്ഞത് രാത്രിയായി എന്ന് അവിടെ പറഞ്ഞു. ആ ഒരു ഓർമ്മയിലാണ് ഇവിടെയും ഞാൻ വോയിസ് ഓവർ കൊടുത്തത്. ഞങ്ങളിവിടെ അത്യാവശ്യം നേരത്തെ എത്തിയോണ്ട് നമ്മൾക്ക് വിട പറയാനുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുക. പക്ഷേങ്കിൽ കുറേ ഫാമിലീസ് ഗ്രില്ല് ചെയ്യാനും അതുപോലെ ചില്ലായിരിക്കാനും കുറച്ചധികം നേരം സംസാരിക്കാനൊക്കെ വേണ്ടിയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഞാൻ കാണിച്ച ബീച്ചിൻ്റെ നൈറ്റ് സൈഡാണ് ഈ കാണുന്നത് കേട്ടോ. നല്ല കാമായിരിക്കുകയാണ് ഇവിടെ. ഇപ്പോൾ ഇവിടെ ആരും തന്നെ ഇല്ല. അപ്പോൾ ആ സൈഡിലൂടെ ഞാൻ നടക്കുകയാണ്. നടന്നപ്പോൾ ഇങ്ങനൊരു പ്ലേസ് കണ്ടു. നേരത്തെ ഉണ്ടായിരുന്നു ഇങ്ങനൊരു സ്ഥലം, പക്ഷേ ഇവിടെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ വിശ്രമിക്കാനിരിക്കാം. പിന്നെന്താ ചുറ്റും നല്ല ചെടികളൊക്കെ ആയിട്ട് ഫുൾ ഇരുട്ടായിരിക്കുകയാണ്. പിന്നെ സൈഡിലായിട്ട് ഇങ്ങനെ കുറേ കളിക്കാനായിട്ട് പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇരുട്ടിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വൈബാട്ടോ ഇവിടെ. പയ്യെ പാർക്കിനോട് വിട പറഞ്ഞ് ഞാൻ പോവാണ്. ഇനി ഇങ്ങോട്ട് വരാൻ പറ്റട്ടെ, അല്ലെങ്കിൽ ഇതിനേക്കാൾ അടിപൊളിയായ സ്ഥലങ്ങൾ കാണാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പുറത്തിറങ്ങിയപ്പോൾ നേരെ കണ്ടത് ഗ്രാൻഡ് മോസ്കാണ്. ഇവിടുത്തെ വലിയൊരു പള്ളിയാട്ടോ അത്. എല്ലാവർക്കും അറിയാൻ പറ്റിയിരിക്കും. അപ്പോൾ അതിനടുത്ത് ചേർന്നായിട്ടാണ് ഈ പാർക്ക് ഉള്ളത്. ടൗണിലോട്ട് കടന്നിരിക്കുകയാണ്. നമ്മളിന് നേരെ പോകുന്നത് അൽക്കാനയിലോട്ടാണ്. ചോളൊക്കെ വാങ്ങുമ്പോൾ ഒരു പ്ലേസ് കണ്ടില്ലേ, അവിടേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് ബസ് കയറിയിട്ടാണ് നമ്മുടെ ഏരിയയിലേക്ക് പോകുന്നത്. നമ്മുടെ ഏരിയയിലൊരു എനിക്കിഷ്ടപ്പെട്ട ഒരു ഹോട്ടലുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് പോകാനുള്ളൊരു പരിപാടിയാണ്, പ്ലാനാണ് മനസ്സിലുള്ളത്. ബസ് സ്റ്റോപ്പിൽ വെയിറ്റിംഗ് ആണ്. ബസ്സിൽ കയറി പഞ്ച് ചെയ്ത് കയറുന്നൊരു വീഡിയോ എടുക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നല്ല തിരക്കായിരുന്നു. കഷ്ടപ്പെട്ടാണ് സീറ്റ് കിട്ടിയത്. അതുകൊണ്ട് അത് നടന്നില്ല. 2 വർഷം മുന്നേ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാൻ പുറത്ത് പോയി തൃശ്ശൂർ കറങ്ങാൻ പോയപ്പോഴാണ് ഞാൻ സെഷ്വാൻ നൂഡിൽസ് ആദ്യമായിട്ടും അവസാനമായിട്ടും കഴിച്ചത്. ഒരുപാട് വെറൈറ്റി ടൈപ്സ് ഓഫ് ഫുഡൊന്നും ട്രൈ ചെയ്യുന്നൊരു വ്യക്തിയല്ല ഞാൻ. അത് കഴിച്ച് ചായയും കുടിച്ച് തിരിച്ചു പോവാണ്. കൂടെ തന്നെ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെയും വരാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സ്നേഹിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.